اسلامی ناتوانێ هیچ بێمەکە کۆمەڵای زەحمەت کێشان هەر بەردەوامە لە ڕێگەی خەبات بژی کۆمەڵای زەحمەت کێشان هەر ئێستا بانەگاکانی کۆمەڵای زەحمەت کێشان بردومان کرا. ആറാം ദിനവും പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നു. പുതിയ യുദ്ധമുഖം തുറന്ന് ഇസ്രയേലും ഇറാനും. യുദ്ധക്കപ്പൽ മുക്കിയതിൽ അമേരിക്ക ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ. യുദ്ധ ചരിത്ര നേട്ടമാകുമെന്ന് നെതന്യാഹു. സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പി കെ ശശി. എൻ സുരേഷ് ബാബുവിനെതിരെ കടുത്ത ആരോപണം. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം. പ്രയോഗത്തിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പരിഭവം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചതാണ്. അദ്ദേഹത്തെ പാർട്ടിയിലെ സഹാക്കൾ ബന്ധപ്പെടുന്നുണ്ട്, ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാക്കന്മാരെല്ലാം പാർട്ടിയും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും സഹായകമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. സുധാകരനോട് കോൺഗ്രസിന് ആദരം മാത്രമെന്ന് വി ഡി സതീശൻ. ഞങ്ങൾ എല്ലാവരും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവും ഉള്ള ഒരാളാണ്. ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് പി കെ കൃഷ്ണദാസ്. ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഞങ്ങളെ പ്രത്യയശാസ്ത്രത്തെയും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെയും അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. UDF ഭരണകാലത്തെ പരിഹസിച്ച് PRD പരസ്യം വിവാദത്തിൽ. ഹീനമായ പ്രവൃത്തി നടത്താൻ PRDയെ ഉപയോഗിക്കുന്നുവെന്ന് വി ഡി സതീശൻ. ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്. അധികാര ദുർവിനിയോഗമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരീക്ഷാ ചൂട്. SSLC +1 പരീക്ഷകൾക്ക് തുടക്കം. സമയക്കുറവും സിലബസ് മാറ്റവും ചെറുതായി വലച്ചെന്ന കുട്ടികൾ. വലിയ വിചാരിത്ര പാടൊന്നുമില്ലായിരുന്നു, കുറച്ച് പാടുണ്ടായിരുന്നു. ടൈം ഇച്ചിരി പാടൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി എല്ലാം അറ്റൻഡ് ചെയ്ത്. പരീക്ഷാ ഹാളിലെ എത്തിയത് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. അങ്കമാലി ജാസ്ലിയയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രതി സിറിയക് പി ജോർജിനെ പിടിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് SP. കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൊല്ലത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു. പാലക്കാട് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആഗോള അയ്യപ്പ സംഗമ കണക്കുകളിൽ പൊരുത്തക്കേട്. ദേവസ്വം ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ല. സംഗമത്തിന്റെ ബജറ്റിൽ മാറ്റം വരുത്തിയതിനും വിമർശനം. ബോർഡിനെതിരെ ഇഡിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴി. T20 ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യം വെച്ച് ഇന്ത്യ ഇറങ്ങുന്നു. എതിരാളികൾ ഇംഗ്ലണ്ട്. പോരാട്ടം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. സഞ്ജു സാംസണിൽ പ്രതീക്ഷയർപ്പിച്ച് ആരാധകർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.